അമ്മ വിളിക്കുന്ന സമയമായല്ലോ മോളെ. നിന്റെ എല്ലാവർക്കും ഇപ്പൊ എടുക്കേണ്ടി വന്നല്ലോടി പൊന്നു മോളെ. ഇന്നലെ ഈ സമയത്ത് നീ ഇവിടെ കിടക്കുക എന്റെയോടി, നിനക്ക് ജീവനിന്റെയോടി. 1:30 ആവുന്നതേ ഉള്ളേ. 2 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഈ കുഞ്ഞ് തിരിച്ച് വീട്ടിൽ കയറി വരുത്തുന്ന ആരെങ്കിലും വിചാരിച്ചോ മക്കളെ? 4 വയസ്സായ കുഞ്ഞ് അവിടെ കിടപ്പുണ്ട്, ഒന്നും അറിയാതെ. അമ്മ എന്തിയേ? അയ്യോ ദൈവമേ, സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും ചോദിക്കും നിന്റെ അമ്മ എന്ത്? എല്ലാവർക്കും അമ്മയുണ്ട്, അവനെന്ത് പറയും? അവരുടെ എന്ത് സമാധാനം പറയണം? എത്ര ആയാലും ആര് വളർത്തിയാലും എന്ത് തന്നെ പറ. ഒരു പെറ്റമ്മയ്ക്ക് പകരം ആര് വളർത്തി? ഞങ്ങൾ പൊന്നുപോലെ എൻ്റെ മകളെ നോക്കും. എന്നാലും അതല്ലല്ലോ. അവനും അമ്മയും മകന്മാരൊക്കെ കാണുമല്ലോ. അവൻ ചുമ്മാ കൊണ്ടിട്ട് കുത്തിക്കൊണ്ടിരുന്നു. 20 പ്രാവശ്യം കുത്തി, വെയിനില്ല. മരിച്ചു കിടക്കുന്ന കുഞ്ഞിന് എവിടെ വെയിൻ കിട്ടും? എന്നിട്ട് ആ കൊച്ചിൻ്റെ കൈ ഒരു തൂണിച്ചെന്ന് പൊത്തോന്ന് അടിച്ചപ്പോൾ സഹോദരൻ ചോദിച്ച് എന്ത് ഇങ്ങനെ കൊച്ചിൻ്റെ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ആ കുഞ്ഞിന് ജീവനില്ല. തീർച്ചയായിട്ടും അത് തന്നെ, വേറെ ഒന്നുമല്ല. ആശുപത്രിക്കാരുടെ മരുന്ന് മാറി കുത്തിവെച്ചത് തന്നെ, വേറെ ഒന്നുമല്ല. അവർ കൊടുത്ത മരുന്നിൻ്റെ അളവ് കൂടിപ്പോയത് തന്നെ, അത് എവിടെയും പറയാം. അല്ല വേറെ ഒന്നുമല്ല, അവരുടെ മരുന്ന് കൂടിപ്പോയത് തന്നെ. ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ചിറി അങ്ങനെ കറക്കത്തില്ല. നാക്കും കറത്ത് ചിറിയും കറക്കത്തില്ല. അതുപോലെ പൾസ് നിന്നതെങ്ങനെ? പൾസ് ഇവിടെ ഫോണിൽ കിടപ്പുണ്ട്. എത്ര മണിക്കാണ് വിളിച്ചതെന്ന് കറക്റ്റ് 1:46 വിളിച്ച കുട്ടി 9 മിനിറ്റ് എൻ്റെ അടുത്ത് സംസാരിച്ച് എന്നിട്ട് ഇറങ്ങിപ്പോയ കൊച്ചിന്. അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറയത്തില്ലേ അമ്മ എനിക്ക് വയ്യെന്ന്? എന്തിനാ? ആ ട്യൂഷൻ പഠിപ്പിച്ച കൊച്ചവിടെ ഉണ്ട്. ആ കൊച്ചിന് 3 മണിക്ക് വരാൻ പറഞ്ഞ കൊച്ചിനെ നേരത്തെ വിളിപ്പിച്ച് ഒരു 2:45 പറഞ്ഞു ബാമാനെ നേരത്തെ ട്യൂഷൻ പഠിപ്പിക്കുകയെന്ന്. അവൻ വന്നിരുന്ന് ചേച്ചി ഒന്ന് ഛർദ്ദിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞ് ബാക്കിലോട്ട് പോയി. ഛർദ്ദിക്കുന്ന കണ്ടോണ്ട് ആ കുഞ്ഞ് അവിടെ ഭർത്താവിനെ വിളിച്ച് അവ ഇവിടുന്ന് അവിടെ ഓടിച്ചെന്ന് അപ്പോഴേ എടുത്തുമേ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. എങ്കിൽ അവർ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ പറ്റൂലെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകത്തില്ലേ? അവരുടെ ഇത് തന്നെ 100% അവരുടെ അനസ്തേഷ്യാണ്, അല്ല വേറെ ഒന്നുമല്ല. അല്ലാതെ എൻ്റെ കൊച്ചിന് വേറെ ഒരു അസുഖവും ഇല്ല, വേറെ ഒരു മാരാരോഗവും അവൾക്കില്ല. ഞങ്ങൾ അവിടെ കിടന്ന് ബഹളം വെച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർമാരെയൊക്കെ കിടന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളവിടെ പോയിരി 4 മണിക്കൂർ കഴിഞ്ഞിട്ടേ ബോധം വീഴത്തുള്ളൂ. നിങ്ങൾ ഈ ബോധമില്ലാത്ത കൊച്ചിനെ എടുത്തോണ്ട് നിങ്ങൾ എവിടെ പോകുന്നതാണ് ചോദിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ കൊച്ചിൻ്റെ ജീവന് വേണ്ടി ഞങ്ങൾ പിന്നെ കൊച്ചിനെ എടുത്തോണ്ട് ഓടുവോ? ഒരു വാക്ക് പറഞ്ഞുകൂടെ ഞങ്ങൾക്ക്? ഞങ്ങളിങ്ങനെ ബഹളം വെച്ചപ്പോൾ എടുത്തോണ്ട് അങ്ങോട്ട് ഓടി. എന്നിട്ട് ആ കൊച്ചിൻ്റെ കൈ ഒരു തൂണിച്ചെന്ന് പൊത്തോന്ന് അടിച്ചപ്പോൾ സഹോദരൻ ചോദിച്ച് എന്ത് ഇങ്ങനെ കൊച്ചിൻ്റെ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ആ കുഞ്ഞിന് ജീവനില്ല. ഞങ്ങൾ ചെന്നപ്പോഴേ ഇല്ല, ഞങ്ങൾക്കത് മനസ്സിലായി. ഒരു സജഷൻ കൊടുത്തിരിക്കുക 4 മണിക്കൂർ കഴിഞ്ഞിട്ടേ ബോധം വീഴത്തുള്ളൂ. അമ്മ വിളിക്കല്ലേ എന്ന് ഒരു പയ്യൻ, അവനെ ഞാൻ പോയി കാണും. അവനാ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നിടത്തുണ്ട്. അവനെ ഞാൻ പോയി കാണും. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് പോയി കാണണം. അവനും അമ്മയും മകന്മാരൊക്കെ കാണുമല്ലോ. അവൻ ചുമ്മാ കൊണ്ടിട്ട് കുത്തിക്കൊണ്ടിരുന്നു. 20 പ്രാവശ്യം കുത്തി, വെയിനില്ല. മരിച്ചു കിടക്കുന്ന കുഞ്ഞിന് എവിടെ വെയിൻ കിട്ടും? എന്നെ ബോധിപ്പിക്കുക. അവിടെ കല്യാണ സാരി എടുത്തോണ്ട് പോയിരിക്കുന്നു, അവളെ കൊണ്ടുവരാൻ പോയിരിക്കുന്നു. മക്കളെ ഓരോ അമ്മമാർക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവല്ലേ? മക്കൾക്ക് വന്നിരുന്ന് കരയുന്ന ഒരു ഗതി നമ്മുടെ ശത്രുക്കളായവർക്ക് പോലും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവല്ലേ? മക്കളാണ് അമ്മമാരുടെ തലമാട്ടി വന്നിരുന്ന് കരയുന്നത്. ഇത് ഞങ്ങൾ വന്നിരുന്ന് കരയുന്നു. മോനെ, ഈ താലൂക്ക് ആശുപത്രി എനിക്ക് വിശ്വാസമില്ല. ഞാൻ അഞ്ചക്കാരി, എനിക്ക് വിശ്വാസമില്ല. അവളെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റി മക്കളെ എന്ന് പറഞ്ഞു മാറ്റാൻ കുഞ്ഞമ്മ എന്ന് പറയുന്നതിന് മുമ്പ് അന്നേരം അവിടെ ജീവനൊക്കെ പോയി. അന്നേരം കുഞ്ഞിൻ്റെ മുഖം മൊത്തം ഇത്രയും കറുത്ത്, മുഖം മൊത്തവും കറുത്ത് വാരി. അന്നേരം കറുത്ത് വാരി മക്കളെ നീ എന്തിനാടാ കുത്തുന്നത്? പുതിയ സിറിഞ്ച് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കൂല. എനിക്കറിയാം അപ്പൊ എന്റെ കുഞ്ഞ് പോയെന്ന്. ഞാൻ അവള് മരിച്ചു കിടക്കുന്ന അമ്മക്ക് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവര് കുത്തിക്കൊണ്ടിരുന്നു. എന്റെ മോൻ വന്ന് ചോദിച്ച് പാമ്പ് വല്ലതും കടിച്ചതാണോ ഇങ്ങനെ നീല കളറാവാൻ? ആ പിള്ളേർ ഒരക്ഷരം വേണ്ടിയില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തോണ്ട് ഓടുന്നു. എവിടെ ഓടുന്നത്? അവിടുത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും കൊണ്ട് രക്ഷപ്പെടുത്തത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ നോക്കാൻ വയ്യെന്ന് പറഞ്ഞെങ്കിൽ അവൾ എന്നെ 1:46 എന്നെ വിളിച്ചതാണ് ഇന്നലെ. വിളിച്ചിട്ട് അമ്മ ഭക്ഷണം കഴിച്ചോ? എൻ്റെ അടുത്ത് 9 മിനിറ്റ് അവളെ സംസാരിച്ചിട്ടാണ് ട്യൂഷൻ പഠിപ്പിക്കാൻ പോയത്. 10 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ കൊച്ചിന് എന്ത് സംഭവിച്ചു പറ. അപ്പോഴെങ്കിലും പറയണ്ടേ അമ്മ എനിക്ക് വയ്യെന്ന്? അവളൊരു അക്ഷരം എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഒരു കുഴപ്പവും ഇല്ലാതെ പോയതാണ്. BP ലോ ആയതാണ്, വേറെ ഒന്നുമല്ല. BP ലോ ആയോടെ തന്നെ സ്കാനൊക്കെ ചെയ്യുന്ന എന്തിനാ? അല്ല അനസ്തേഷ്യ കൊടുക്കുന്ന എന്തിനാ കുഞ്ഞിന്?
അവനെ വെറുതെ വിടരുതേ. അവൻ ഇങ്ങനെ വരുന്നവരെയൊക്കെ ഇങ്ങനെ ഇട്ട് കുത്തും, അവരുടെയും ജീവനൊക്കെ പോകും. അതുകൊണ്ട് അവൻ്റെ അടുത്ത് പറയണം, അവനെ അവിടെ ഇനി നിർത്താൻ പാടില്ല കേട്ടോ, ഓടിച്ചു വിടണം. അവനെ നിർത്തല്ല. അവനെ കണ്ട് ഞാൻ ഇനി അവനെ കാണാൻ പോകും 2 ദിവസം കഴിയുമ്പോഴേ. ഇപ്പം അവനോട് കാണത്തില്ലായിരിക്കും, ഇല്ലെങ്കിൽ ഇന്നലെ കാണാന്ന് വെച്ചപ്പോൾ പറ്റിയതുമില്ല. ഒറ്റ ഒരെണ്ണവും ഇല്ലായിരുന്നു. അവനെ കാണാൻ അവിടെ ആരുമില്ല, കുറെ പോലീസുകാരും ഉണ്ട്, 5-6 സെക്യൂരിറ്റി ഉണ്ട്, ഒറ്റ മനുഷ്യരില്ലായിരുന്നു അവിടെ. ഒരു ഡോക്ടർമാരെയും കണ്ടില്ല. മരുമോൻ ചെന്ന് കിടന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ പറയാം, നീ അങ്ങോട്ട് പോയില്ലടാ, അരമണിക്കൂർ കഴിയുമ്പോഴേ ബോധം വരത്തുള്ളൂ പറഞ്ഞ അവനെ വിളക്ക് പറഞ്ഞു ഓടിച്ച്. എന്നിട്ട് എൻ്റെ മോൻ്റെ അടുത്ത് പറയാം, അപ്പം എന്താണ് അവനെ പിടിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ട് മാറ്റി ഇരുത്താൻ? അവിടെ ഭർത്താവാണ്, അവനെ ഞങ്ങളെ എവിടെ മാറ്റിക്കൊണ്ടിരുത്തണം? ഇവരെന്തോ അർത്ഥത്തിലാണ് പറയുന്നത്? പറ. 2:45 കാണും, 2:30 കഴിഞ്ഞ 3 മണിക്കകത്ത്, 2:30-3 മണിക്കകത്താണ് ഇവിടുന്ന് പോണത് ഞാൻ. അപ്പോൾ ഛർദിൽ മാത്രമേ ഉള്ളൂ, നല്ല ഛർദിലായിരുന്നു. ഛർദിലായിട്ട് ടയേർഡാവുന്നുണ്ട്, ആൾ റെസ്പോൺസ് ഉണ്ട്. അവിടെ ചെന്ന് സ്ട്രെച്ചറിലാക്കി അത്യാഹിതത്തിൽ കയറ്റി. അവിടെ കയറ്റിയപ്പോൾ ഡോക്ടർ വന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ വന്നിട്ട് ഒരു ട്രിപ്പോ എന്തോ സാധനം ഇട്ടു. അതിട്ട് കഴിഞ്ഞപ്പം പുള്ളിക്ക് സോഡിയം കുറഞ്ഞ പോലെ വിപ്രതി പോലെ കാണിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു അടുത്ത സഡേഷൻ കൊടുക്കണം, എന്നാലും തലയ്ക്ക് സീറ്റ് എടുക്കണമെന്ന് പറയുന്നത്. സീറ്റ് എടുക്കണമെങ്കിൽ സഡേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. സഡേഷൻ നല്ലതൊക്കെ പറഞ്ഞത്, നോർമൽ എന്തോ അത് എടുക്കാൻ വേണ്ടി ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞത്. അത് ചെയ്ത് കഴിഞ്ഞത് പിന്നെ ആള് കണ്ണ് തുറന്നിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടുമില്ല. അത് കഴിഞ്ഞ് അവിടെ പോയിട്ട് തിരിച്ച് സീറ്റ് താഴെ പോയി എടുത്തിട്ട് തിരിച്ച് കൊണ്ടുവന്ന് താഴെ ഒരു റൂമുണ്ട്, അവിടെ ഈ സ്ട്രെച്ചറിൽ തന്നെ കിടത്തി 1 മണിക്കൂറോളം. 1 മണിക്കൂറിനിടയ്ക്ക് ഡോക്ടറെ ഞാനൊരു 3-4 പ്രാവശ്യം പോയി പറഞ്ഞു, എന്നിട്ട് ഡോക്ടർ തിന്നില്ല. ബ്ലഡ് എടുക്കാൻ നോക്കുന്നു, ബ്ലഡ് വരുന്നില്ല. 1 നേഴ്സ് വന്നു, 2 നേഴ്സ് വന്നു, 3 നേഴ്സ് വന്നു, എന്നിട്ടും ഈ ഡോക്ടർ വന്നില്ല. ഡോക്ടറൊക്കെ ഞാൻ 2-3 വട്ടം പോകും. പറയുമ്പോൾ വെള്ള ഷർട്ടുകാരൻ വിപ്രതി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ ആക്ഷേപിക്കുക ചെയ്തത്. ആ നേഴ്സും അത് തന്നെ. BP എത്രണമെന്ന് ചോദിച്ചപ്പോൾ ആ നേഴ്സിനെ നമ്മൾ പറയാൻ കൂട്ടാക്കിയില്ല എന്നോട്. അത് ഭർത്താവായിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് അവർക്കറിയാം, ഹസ്ബൻഡ് ആണെന്നറിയാം. അവരുടെ കൂടെ തന്നെ ആയാലും ഞാനേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അന്നേരം വേറെ ആൾ പേര് സഹായിക്കാനുള്ളൊരു പയ്യൻ, അത്രേ ഉള്ളായിരുന്നു. എന്നിട്ട് പോലും അവർ ഒരു മര്യാദയും നമ്മളോട് കാണിച്ചില്ല. അവരെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുത്തും. അത് ചെയ്തില്ല അവരവിടെ ഈ സീറ്റ് എടുത്തിട്ട് ഈ ഡോക്ടർ നോക്കിയിട്ടേ ഇല്ല, പറഞ്ഞിട്ട് പോലും വന്നിറങ്ങിയിട്ടില്ല. എത്ര വട്ടം ഒരു ഓക്സിജൻ പോലും അവർക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് അതിനകത്ത് രസം. ഒരു ഓക്സിജൻ പോലും അത്രയും ക്രിട്ടിക്കലായവരൊക്കെ ഓക്സിജൻ കൊടുത്ത പോലെ അയാളെ റിക്കവറാക്കാൻ ചെയ്തില്ല എന്നുള്ളതാണ്. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. CTS ഒരു കുഴപ്പമില്ല. ആൾ ഓക്കെയാ, റിക്കവർ ആവുമെന്നാ പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ എണീക്കും. ഇന്ന് വന്ന് നോക്കിയത് പോലുമില്ല. അവിടെ ഇരുന്നുകൊണ്ട് പറയുക. ഇതാണ് അവർ ചെയ്തത്. അത് കഴിഞ്ഞ് അവളെ ഒരു ഡ്രാമ പോലെ അവിടെ വെച്ചപ്പോഴേ അവൾ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡോക്ടറെ കണ്ടില്ലെന്നല്ല, ഇവർ അതെല്ലാം കൂടെ ചെയ്തിട്ട് അന്നേരം അവൾ അനങ്ങടക്കുക. പെട്ടെന്ന് ഇത് ബ്ലഡ് വരുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി CPR കൊടുക്കുന്നുള്ളത് കാണിച്ച് പെട്ടെന്ന് ICUവിൽ കയറ്റി അവർ ഡോർ ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് അവർ ചെയ്തത്. അവിടെ കിടന്നപ്പോഴേ അയാളുടെ ജീവൻ പോയെന്നാണ് എൻ്റെ നിഗമനം. എന്നിട്ട് നമ്മളോടൊന്നും പറഞ്ഞില്ല, ഒരു കാര്യവും പറഞ്ഞില്ല. അന്നേരം വള ഊരുന്നു, അങ്ങനെ ഏതാണ്ട് കാണി. അപ്പോൾ കോഴിയും കുഴപ്പമൊന്നുമില്ല എന്നാ പറയുന്നത്. നമുക്ക് അവർ കാണിക്കുന്നു, ഇതൊക്കെ കാണിക്കും. നമ്മളോടൊന്നും പറഞ്ഞില്ല. അവർക്ക് എന്തോ അറിയാമെന്നാണോ എന്തോ എനിക്കറിയില്ല. അവർ അവിടെ കിടന്നപ്പോഴും ഇതാണ് ചെയ്തത്. ഈ ചുണ്ട് ചോന്ന് നമ്മൾ പൾസില്ലെന്ന് നമ്മൾ പറയുക, നേഴ്സ് പോലും പറയുക നമ്മൾ പൾസില്ല, വിഷയമാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് ഒരു മര്യാദയും കാണിച്ചില്ല എന്നുള്ളതാണ്.